എം.വി. ഗോവിന്ദൻ പിണറായി വിജയന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നതിനിടയിൽ കണ്ണൂരിലെ CPM പാർട്ടിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയായിരുന്ന കോടിയേരിയുടെ മകനോട് പകരം വീട്ടുന്നതിൽ അസ്വസ്ഥരാണ്. കണ്ണൂരിൽ CPMന്റെ അച്യുതണ്ടിന് കാര്യമായ തകരാർ സംഭവിച്ചിരിക്കെ നീക്കങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയാണ് BJP. കണ്ണൂരിൽ CPMന്റെ തകർച്ച ആസന്നമായിരിക്കെയാണ് ബിനീഷ് കോടിയേരി കലാപക്കൊടി ഉയർത്തിയത്. ബിനീഷ് കോടിയേരിക്ക് അംഗത്വം നൽകുന്നത് സംസ്ഥാന നേതൃത്വം പരിശോധിച്ചിട്ട് മതിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നിർദ്ദേശം നൽകിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ബിനീഷ് കോടിയേരിക്ക് അംഗത്വം നൽകാത്തത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായാണ് M.V. ഗോവിന്ദന്റെ പ്രതികരണം. ബിനീഷിന് അംഗത്വം നൽകണമെന്ന് പറയുന്നവർ ഫലം വന്ന ശേഷം അദ്ദേഹം ഇട്ട കുറിപ്പ് ശ്രദ്ധിച്ചിരുന്നോ എന്നും അതും നോക്കി വേണം അംഗത്വം നൽകണമെന്ന് ആവശ്യപ്പെടാനെന്നും ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശിച്ചു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിൽ പുനഃപരിശോധനയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. PBയുടെ അംഗീകാരം വാങ്ങിയിരുന്നതായും പാർട്ടി യോഗങ്ങളിൽ വിമർശനം എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. സെക്രട്ടറിക്ക് നേരെയുള്ള വിമർശനങ്ങൾ സംബന്ധിച്ച ചോദ്യത്തിന് ഞങ്ങളെയല്ലാതെ പിന്നെ ആരെ വിമർശിക്കുമെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. അതേസമയം ഇന്നു മുതൽ താഴെ കമ്മിറ്റികളിലെ തീരുമാനങ്ങൾ വിലയിരുത്തും. പിണറായിക്കെതിരെയുള്ള വിമർശനങ്ങളാണ് ബിനീഷും നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിട്ട പരാജയത്തിന് പിന്നാലെയാണ് CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. പുഷ്പനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കോടിയേരി എത്തിയ ചിത്രത്തിനൊപ്പം ഒരേയൊരു കോടിയേരി എന്ന് എഴുതിയ പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 99 സീറ്റ് ലഭിച്ച LDFന് ഇത്തവണ 35 സീറ്റാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിട്ട ദയനീയ പരാജയത്തിന് പിന്നാലെ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും രംഗത്ത് വന്നു. സംസ്ഥാനത്തുണ്ടായത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടുകൾ ചോർന്നത് ഗൗരവത്തോടെ കാണുന്നു. കാരണങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുൻ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ തിരുത്തൽ പ്രക്രിയകൾ നടന്നെങ്കിലും അവ ഫലപ്രദമായില്ല എന്നതിൽ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് ഗോവിന്ദന്റെ പ്രതികരണം. ജനപിന്തുണ വീണ്ടെടുക്കാൻ പാർട്ടി സംഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഓരോ മണ്ഡലത്തിലും പ്രദേശത്തും എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ച ശേഷം പരാജയത്തിന്റെ അടിസ്ഥാനം വ്യക്തമാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിലെ പാർട്ടിയുടെ ഉരുക്കുകോട്ടകൾ തകർന്നടിഞ്ഞത് നേതൃത്വത്തെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. മുമ്പും തിരിച്ചടികൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണത്തെ ആഘാതം വലുതാണ്. വോട്ടുകളുടെ ഏകീകരണം പരാജയത്തിന് പിന്നിലുണ്ടോ എന്ന ചോദ്യത്തിന് അതും പരിശോധനയുടെ ഭാഗമാണെന്നായിരുന്നു മറുപടി. പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും ദിശാബോധത്തോടെ തിരികെ കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ബിനീഷ് കോടിയേരി പാർട്ടിയിൽ സജീവമാക്കാതെ മാറ്റി നിർത്തിക്കുന്നത് എന്തിനെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു. ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ചിൽ മുമ്പ് അംഗമായിരുന്നു ബിനീഷ്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പാർട്ടിയെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ പാർട്ടി അവസരം നൽകുന്നില്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായിരിക്കെ സംഘടനയെ നയിച്ചതുപോലെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നും വിമർശനമുണ്ടായി. ബിനീഷ് കോടിയേരിയെ തിരുവനന്തപുരത്തെ സാംസ്കാരിക പരിപാടിക്ക് ക്ഷണിച്ച ശേഷം പിന്നീട് ഒഴിവാക്കിയതാണ് ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ഉയരാൻ കാരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിക്ക് ബിനീഷ് കോടിയേരിയെ ക്ഷണിച്ചിരുന്നു. ഇതേക്കുറിച്ച് അറിയിച്ച് തലസ്ഥാനത്തെ പ്രധാന നേതാവ് ബിനീഷിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതോടെ ഒഴിവാക്കാൻ പാർട്ടി നിർദ്ദേശിക്കുകയായിരുന്നു. ഇവരോടൊക്കെയാണ് സൗഹൃദമെന്നും അന്ന് ജില്ലാ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരിൽ ഒരാൾ ഫോട്ടോ പങ്കുവച്ച നേതാവിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ബിനീഷ് പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിലും ഔദ്യോഗിക പ്രചാരണത്തിന് CPM ക്ഷണിച്ചിരുന്നില്ല. പിണറായിയും ഗോവിന്ദനും ഏറെ നാളായി കോടിയേരിയുടെ കുടുംബത്തിനെതിരെ തിരിഞ്ഞിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയുടെ സഹോദരനെ ട്രിവാൻഡ്രം ക്ലബിലെ പണം വെച്ച് ചീട്ടുകളിയിൽ പിടികൂടിയത് CPM നിർദ്ദേശപ്രകാരമായിരുന്നു. മനോരമ ഓൺലൈനിൽ വിനോദിനി നൽകിയ അഭിമുഖം പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കകം വിനോദിനിക്ക് പണി കൊടുക്കാൻ CPM തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും AKG സെന്ററും ഒരേ മനസ്സോടെയാണ് പ്രവർത്തിച്ചതെന്നും കോടിയേരി ഭക്തർ വിശ്വസിക്കുന്നു. കോടിയേരിക്ക് തലസ്ഥാനത്ത് പൊതുദർശനം നടത്തിയില്ലെന്ന് മാത്രമല്ല വിനോദിനി പറഞ്ഞത്. CPMനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി പരാമർശങ്ങൾ വിനോദിനി നടത്തി. കോടിയേരി ഒരിക്കലും ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ വിനോദിനിയും ഇത്തരത്തിൽ സംസാരിക്കുമായിരുന്നില്ല. അഭിമുഖം പുറത്തു വന്ന ഏതാനും മണിക്കൂറുകൾ CPM കാത്തു. വിനോദിനി അഭിമുഖത്തിലെ വിവാദ പരാമർശങ്ങൾ നിഷേധിക്കുമോ എന്ന് CPM നോക്കി. എന്നാൽ പരാമർശങ്ങൾ പിൻവലിക്കാതിരുന്നതോടെ
പാർട്ടിയും സർക്കാരും ആ തീരുമാനമെടുത്തു. വിനോദിനി പരാമർശം പിൻവലിച്ചിരുന്നെങ്കിൽ ആരോപണം മനോരമയുടെ തലയിൽ ഇരിക്കുമായിരുന്നു. വിനോദിനിയുടെ ബന്ധുവിന്റെ ചീട്ടുകളി പാർട്ടിക്ക് മുമ്പേ അറിയുമായിരുന്നു. കോടിയേരിയുടെ അളിയനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം CPM വിട്ടുകൊടുത്തത്. കോടിയേരി ഇടപെട്ടാണ് ചീട്ടുകളിൽ പിടിച്ചയാളെ MD ആക്കിയത്. ഇപ്പോഴും വിനോദിനിയും മക്കളും പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ഇക്കാര്യം വിനോദിനിയും സമ്മതിക്കുന്നുണ്ട്. കോടിയേരിയുടെ ഫോണിനെ കുറിച്ച് വിനോദിനി പറഞ്ഞത് ഇപ്രകാരമാണ്: അത് എൻ്റെ കയ്യിലുണ്ട്. 1-2 കാര്യത്തിന് പാർട്ടി നേതാക്കളെ ബന്ധപ്പെടേണ്ടി വന്നപ്പോൾ അതിൽ നിന്നാണ് വിളിച്ചത്. പെട്ടെന്ന് എടുക്കുമല്ലോ. മുഖ്യമന്ത്രിയെ വിളിച്ചതും ആ നമ്പറിൽ നിന്നാണ്. അദ്ദേഹം കൈകൊണ്ട് തൊട്ട ഒരു സാധനവും ഞാൻ കളഞ്ഞിട്ടില്ല. എല്ലാം നിധി പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പേന, കണ്ണട, ചെരുപ്പ്, ബാഗ്, വാച്ച്, കട്ടിൽ എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു. എന്നാൽ അതിൻ്റെ പേരിൽ എനിക്ക് സങ്കടമില്ല. ബാലകൃഷ്ണേട്ടൻ ഇല്ലാതായി പോയതിൻ്റെ സങ്കടമേ എനിക്കുള്ളൂ. എല്ലാവരും വന്ന് എൻ്റെ കാര്യം അന്വേഷിക്കണമെന്ന ആഗ്രഹമൊന്നും എൻ്റെ ചിന്തയിലേ ഇല്ല. അവരൊന്നും വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ പാർട്ടി അതൊന്നും ആലോചിക്കാറേ ഇല്ല. ബാലകൃഷ്ണേട്ടൻ നഷ്ടം മാത്രമാണ് എൻ്റെ പ്രശ്നം. മറ്റുള്ളവരുടെ പരിഗണന എൻ്റെ പ്രശ്നമല്ല. വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. ഇതാണ് വിനോദിനിയുടെ വാക്കുകൾ. ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, സത്യമാണ്. എനിക്കൊരു കുഴപ്പവുമില്ല. ഞാനൊന്നും പ്രതീക്ഷിക്കാറില്ല. മനുഷ്യർക്കെല്ലാം വലിയ തിരക്കല്ലേ. അപ്പോൾ ആർക്കാണ് എന്നെ ആലോചിക്കാൻ നേരമുണ്ടാവുക? ബാലകൃഷ്ണേട്ടുണ്ടെങ്കിൽ ശരി. അതില്ലാതെ എന്നെ എന്തിനാണ് ആലോചിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വല്ലപ്പോഴും ആരെങ്കിലും വരും. സുഖമാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. സുഖമെന്നത് ഇനിയില്ലല്ലോ. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി. ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഉറക്കം തന്നെ തീരെ കുറവാണ്. അങ്ങനെ പുറത്തു പോകാറുമില്ല. ആകപ്പാടെ 4 പരിപാടികളിലാണ് ഇതിനിടെ പങ്കെടുത്തത്. അതിൽ 2ഉം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പിന്നെ തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും, തിരിച്ചു പോകും. ബാലകൃഷ്ണന്റെ ഓർമ്മകളുമായി ഒതുങ്ങിക്കൂടുന്നെന്ന് മാത്രം. ഈ വാക്കുകളിൽ വിനോദിനി പാർട്ടിയെ പരോക്ഷമായി വെല്ലുവിളിക്കുന്നു. ട്രിവാൻഡ്രം ക്ലബിൽ പണം വെച്ച് ചീട്ട് കളിച്ചത് പോലീസ് പിടിയിലായവരിൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MDയും ഉൾപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അത് കോടിയേരിയുടെ മച്ചമ്പിയാണെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ പ്രതി വിനോദിനിയുടെ സഹോദരനാണെന്ന വിവരം പുറത്തുവിട്ടത് CPM വൃത്തങ്ങൾ തന്നെയാണ്. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് MD SR വിനോയ് കുമാർ അടക്കം 9 പേരാണ് അറസ്റ്റിലായത്. 7.5 ലക്ഷം രൂപയും കണ്ടെത്തി. വിനയ് കുമാറിനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് വിനയ് കുമാർ എന്നും പോലീസ് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ ജയകൃഷ്ണൻ, സിമന്റ് വ്യാപാരിയായ ശങ്കർ, പ്രവാസിയായ ഷിഹാസ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരായ അഷ്റഫ്, ആന്റണി, വ്യാപാരിയായ വിനോദ്, ITI ഇൻസ്ട്രക്ടർ സീതാറാം, വ്യാപാരിയായ മനോജ്, SR വിനയ് കുമാർ എന്നിവരാണ് ചീട്ട് കളിക്കുന്നതിനിടയിൽ മ്യൂസിയം പോലീസിന്റെ പിടിയിലായത്. മ്യൂസിയം പോലീസിനെ ട്രിവാൻഡ്രം ക്ലബിലേക്ക് അയച്ചത് ആരാണെന്നത് ബിനീഷ് കോടിയേരിക്ക് അറിയാം. എന്നാൽ അവർ നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബിനീഷിനും പണി കിട്ടും. പണം വെച്ച് ചീട്ട് കളിക്കുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് ക്ലബിൽ റെയ്ഡ് നടത്തിയത്.